ഹോസ്റ്റലിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ തന്നെ നൂഡിൽസും മുട്ട പൊരിച്ചതും കഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ റൂമൊക്കെ. അപ്പോൾ ക്ലീനിങ് പരിപാടിയായിരുന്നു ഇന്ന്. ഒക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് പാത്തുണ്ടാക്കിയ പാലും കുടിച്ച് ഞാൻ ജിമ്മിന് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജിമ്മിനൊക്കെ പോയി ജിമ്മ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കടന്നു. സംഭവം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ തന്നെ ഒരു പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം രാവിലത്തേക്കുള്ള ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അവർക്ക് അത്താഴത്തിന് കഴിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആദ്യം തന്നെ അതിലേക്കുള്ള ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ റോബസ്റ്റ്, ആപ്പിൾ, സ്ട്രോബെറി ഒക്കെ ആണ് എടുത്തിരിക്കുന്നത്. വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശം, അതുകൊണ്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിരിക്കണേ. ആദ്യം കുറച്ച് പാലെടുക്കുക, അതിലേക്ക് ആവശ്യാനുസരണം ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായിട്ട് ഓട്സ് എടുക്കുക. ഓട്സ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രമാത്രം ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ 4 ടീസ്പൂണാണ് കേട്ടോ എടുത്തത്. പിന്നെ ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് യോഗേട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മാംഗോ ഫ്ലേവേർഡ് യോഗേട്ടാണ് ഇട്ടെടുത്തത്. ശരിക്കും ഗ്രീക്ക് യോഗേട്ടാണ് ഇടേണ്ടത്. അത് കടയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാംഗോ യോഗേട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പംകിൻ സീഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളൂട്ടോ സംഭവം ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മധുരമില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാന്നൊന്നും ആരും വിചാരിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.